എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണ് ഫിഷർ നേനോ എന്നുള്ളതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫിഷർ നേനോ സാധാരണഗതിയിൽ വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്കിത് പരിഹരിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ഇടയിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഫിഷർ നേനോ എന്ന രോഗാവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ തന്നെ ഒട്ടനവധി ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്താണ് ഫിഷർ നേനോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് അഥവാ ലോവർ ഏനൽ കനാലിൽ ഉണ്ടാകുന്ന ഒരു വ്രണമാണ്. ഈ മുറിവ് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫിഷർ നേനോ. പൊതുവെ ഫിഷർ ഉള്ള രോഗികൾ സാധാരണഗതിയിൽ പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലശോധനയ്ക്ക് ശേഷം അതികഠിനമായിട്ടുള്ള വേദന, അതുപോലെ തന്നെ പുകച്ചില്. ചില കേസുകളിൽ മലത്തോടൊപ്പം രക്തം കാണപ്പെടാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മലശോധനയ്ക്ക് ശേഷം ഡ്രോപ്പ് ആയിട്ട് ബ്ലഡും കാണപ്പെടാറുണ്ട്. അതുപോലെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലാണ് സാധാരണഗതിയിൽ ഫിഷർ കാണുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരിൽ, അതായത് മലബന്ധമുള്ള ആൾക്കാരിൽ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ, അതേപോലെ പ്രസവാനന്തരവും, അതുകൂടാതെ മലദ്വാരത്തിന് അമിതമായിട്ട് മുറുക്കമുള്ള ആൾക്കാരിലും ഫിഷർ സാധാരണഗതിയിൽ കാണാറുണ്ട്. എങ്ങനെ ഫിഷർ മാനേജ് ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മുടെ ഫുഡിനകത്ത് ധാരാളം ഫൈബർ കണ്ടന്റുകൾ അടങ്ങിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഓക്കെ. ചില കേസുകളിൽ, അതായത് ഈ മലദ്വാരത്തിന്റെ അമിതമായിട്ടുള്ള മുറുക്കമൊക്കെ ഉള്ള ആൾക്കാരിൽ പൊതുവെ ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ വേണ്ട വരാറുണ്ട്. അല്ലാതുള്ള കേസുകളിൽ പൊതുവെ നമുക്ക് മരുന്നിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ട് എക്സാമിനേഷൻ ചെയ്ത് എന്താണ് രോഗാവസ്ഥ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില രോഗികൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷറുള്ള ഈ രോഗാവസ്ഥയുമായിട്ട് ഒരുപാട് കാലം ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ, അതല്ലാന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ ഡയറ്റിൽ ക്രമീകരണങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് മൂലം ഈ മുറിവുള്ള ഭാഗം, അതായത് ഫിഷർ ബെഡ് എന്ന് പറയുന്ന ഭാഗം ഇൻഫെക്ഷൻ ആകുകയും അത് ഫിസ്റ്റുലയിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ വളരെ ശ്രദ്ധിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.